ഇനി അനുജന്റെ ഭാര്യയും ജ്യേഷ്ഠനും തമ്മിലുള്ള ബന്ധത്തിന്റെ മൂല്യം വേണോ? നിങ്ങൾ നോക്കൂ, രാമൻ രാവണനെ വധിച്ചതിന് ശേഷം തിരിച്ചു വന്നു. തിരിച്ചെത്തി കൊട്ടാരത്തിൽ എല്ലാവരും യാത്രാക്ഷീണത്തിൽ വിശ്രമിക്കുകയാണ്. അർദ്ധരാത്രിയിൽ ആരും കാണാതെ രാമൻ അന്തഃപുരത്തിലേക്ക് പോകുന്നു. തൻ്റെ ഭാര്യ സീതാദേവിയുടെ അന്തഃപുരത്തിലേക്കല്ല, ലക്ഷ്മണന്റെ ഭാര്യ ഊർമിള ഉറങ്ങുന്ന അന്തഃപുരത്തിലേക്ക്. ആ അന്തഃപുരത്തിൽ ഉറങ്ങുന്ന ഊർമിളയുടെ അടുത്തെത്തുന്നു. അവളുടെ പാദങ്ങൾ സ്പർശിച്ച് കരയുന്ന രാമനെ നിങ്ങൾ കണ്ടോ? ഊർമിള അത്ഭുതപ്പെടുന്നു. എന്താ ജ്യേഷ്ഠ? അപ്പോൾ പറയാ, പ്രിയപ്പെട്ട അനുജത്തി, എൻ്റെ കൂടെ എൻ്റെ ഭാര്യ കാട്ടിലുണ്ട് അല്ലേ? എൻ്റെ ഭാര്യ കാട്ടിൽ എൻ്റെ കൂടെയുണ്ട്. 14 സംവത്സരം തൻ്റെ ഭർത്താവ് തൻ്റെ കൂടെ ഇല്ലെന്ന് മാത്രമല്ല, നമ്മൾ ഗൾഫിലും വിദേശത്തൊക്കെ നമ്മുടെ ഭർത്താവ് പോയാൽ ആടി എത്തി പിറ്റേന്ന് വീഡിയോ കോൾ ചെയ്തിട്ടില്ല ഈടെയുള്ള ഭാര്യേൻ്റെ ചൊറിയെന്താ? എപ്പോഴും കത്തയക്കണ്ടേ? പണ്ട് കത്തില്ല, ഇപ്പം കത്തില്ല, ഇപ്പം വാട്സപ്പ് മെസ്സേജാ. പണ്ട് ദുബായ് കത്ത് എന്ന് പറഞ്ഞ ഒരു സാഹിത്യ ശാഖ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? പൊന്നു സഖി എന്തിനാ പിണക്കമെന്നോടെന്തിനാ, അല്ല പൊന്നെ കൽബ് വേദന, എന്നെ കെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ, മിണ്ടൂല ഞാൻ മിണ്ടൂല ഞാൻ മിണ്ടൂല ഞാൻ മാരനെ. അന്ന് വലിയ പ്രശസ്തമായ പാട്ടായിരുന്നില്ലേ അത്? എന്നാൽ 14 വർഷം തൻ്റെ ഭർത്താവ് ഉണ്ടോ? ഉറങ്ങിയോ? കാട്ടില് മൃഗങ്ങളുടെ ഭക്ഷണമായി പോയോ? രാക്ഷസന്മാർ പിടിച്ചു വിഴുങ്ങിയോ? സർപ്പദംശനമേറ്റ് മരിച്ചുപോയോ? കാട്ടുതീയിൽപ്പെട്ട് വെന്തുപോയോ? ഒരു വിവരവുമില്ലാതെ 14 സംവത്സരം തൻ്റെ ഭർത്താവിനെയും ധ്യാനിച്ച് ഭർത്തൃമാതാക്കന്മാരെ ശുശ്രൂഷിച്ച് കൊട്ടാരത്തിൽ കഴിഞ്ഞ ഊർമിളയില്ലേ, ആ പൊന്നനുജത്തി, നിന്റെ ആ മഹാത്യാഗമാണ് മോളെ ഈ രാമന്റെ വിജയമെന്ന് പറഞ്ഞ് കരയുന്ന രാമനെ നിങ്ങൾ കണ്ടോ? അവിടെയാണ് അനുജന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം. അനുജന്റെ ഭാര്യയോട് കണ്ണു മാറി നോക്കി എന്ന കുറ്റത്തിനാ ബാലിയെ കൊന്നത് അല്ലേ? രാമൻ ബാലിയെ കൊന്നത് സഹോദര പത്നിയോട് കാണിക്കുന്ന ബഹുമാനവും സ്നേഹവും എന്ത്, അതിൻ്റെ ധാർമ്മികത എന്താണ്? ആ ധാർമ്മികതയാണ് മണ്ഡോദരിയും രാവണനും തമ്മിലുള്ള ബന്ധം. ആ മണ്ഡോദരിയോട് രാവണൻ പറയുന്നുണ്ട്, രാവണൻ സ്ത്രീജിതനല്ല ശ്രീജിതനാണ് എന്ന് പറഞ്ഞാൽ മണ്ഡോദരിയോട് രാവണൻ പറയാ, ലോകത്തിലെ എല്ലാം നല്ലതും ദേവന്മാർക്ക് മാത്രം പോരാ, ഞങ്ങളും ഈ ഭൂമിയിൽ ജനിച്ചവരാ. അസുരന്മാരെന്ന് പറഞ്ഞ് ഞങ്ങളെ തള്ളണ്ട, എൻ്റെ അച്ഛനും ബ്രാഹ്മണനല്ലേ, എൻ്റെ അച്ഛനും വിശ്രവസ്സു മുനിയുടെ മകനല്ലേ ഞാൻ. അവിടെ രാക്ഷസന്മാർക്കും അവകാശമുണ്ട്, ഞങ്ങൾക്ക് അസുരന്മാരും ഈ ഭൂമിയിലുള്ളവരാ, ഞങ്ങൾക്കും നല്ലതെല്ലാം വേണം. അപ്പൊ ലോകത്തെ ഏറ്റവും സുന്ദരി സീതയെ എനിക്ക് വേണം. അത് സീതയുടെ സ്ത്രീ ആയതുകൊണ്ടല്ല, ശ്രീ ഉള്ളത് കൊണ്ടാണ്. അവൾ മഹാലക്ഷ്മിയാണ്, അതുകൊണ്ടാണ് ഞാൻ സീതയെ കൊണ്ടുവന്നത്. എന്നിട്ട് മണ്ഡോദരിയോട് രാവണൻ പറയാം, രാമന്റെ അമ്പ് കൊണ്ട് മരിക്കുമ്പോഴാണ് മോക്ഷമെങ്കിൽ ആ മോക്ഷത്തെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. രാവണനും മണ്ഡോദരിയും തമ്മിലുള്ള ചർച്ചകൾ നിങ്ങൾ കാണണം. ഈ ചർച്ചകളൊക്കെ ഉണ്ടെങ്കിലും നികുംഭിലയിൽ രാവണൻ ഹോമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഹോമകുണ്ടത്തിൽ നിന്ന് രാവണൻ ആ ഹോമപുരയിൽ നിന്ന് പുറത്തു വരാതെ രാവണനെ ഒന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. രാവണൻ പുറത്തു വരാൻ വേണ്ടിയിട്ട് രാവണന്റെ ശരീരത്തിലെ തലകളിലെല്ലാം പോയി പിടിച്ചു പറിച്ചിട്ട് വാനരന്മാർ പലതും ചെയ്തിട്ടും ഒരു വിധത്തിലും രാവണൻ അനങ്ങുന്നില്ല, ഒരു മാറ്റമില്ല. അദ്ദേഹം ഈ ഹോമം തുടർന്നുകൊണ്ടിരിക്കുന്നു. അവസാനം കുരങ്ങന്മാർ ഒരു അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ആ വീക്ക് പോയിന്റിൽ കയറി പിടിച്ചു. മണ്ഡോദരി അപമാനിച്ചു, അവളുടെ വസ്ത്രങ്ങൾ അഴിച്ചു. മണ്ഡോദരിയുടെ വിലാപം കേട്ടപ്പോഴാണ് തൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ പറ്റിയിട്ടില്ല, തനിക്കെന്തിനീ രാജ്യം എന്ന് പറഞ്ഞിട്ട് ഭാര്യയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഹോമകുണ്ടത്തിൽ നിന്ന് രാവണൻ പുറത്തു വരുന്നു. അങ്ങനെ ഹോമം വിഘ്നപ്പെടുന്നു. അങ്ങനെ ഇവര് കുരങ്ങന്മാർ പുറത്തേക്ക് പോകുന്നു. ആ ഹോമം വിജയിച്ചിരുന്നുവെങ്കിൽ എന്താ ചരിത്രം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ മണ്ഡോദരിയും രാവണനും തമ്മിലുള്ള ബന്ധം. ഇനി ജ്യേഷ്ഠനും കുംഭകർണനും രാവണനും തമ്മിലുള്ള ചർച്ചകൾ. കുംഭകർണൻ ജ്യേഷ്ഠന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായവനാണ്.
പക്ഷേ എങ്കിലും കുംഭകർണൻ പറയുന്നുണ്ട്, ന്യായം പറയുന്നുണ്ട്. ന്യായം പറഞ്ഞിട്ടും രാവണൻ ന്യായം പറയുന്ന അനുസരിച്ചോളുക എന്ന് പറഞ്ഞപ്പോൾ, ജ്യേഷ്ഠ നീ എൻ്റെ ദൈവമാണ്, നിനക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യാൻ തയ്യാറാന്ന് പറഞ്ഞിട്ടാ കുംഭകർണൻ തൻ്റെ വലിയ ദണ്ഡുമെടുത്തിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. അല്ലേ? യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. അവിടെ ജ്യേഷ്ഠന് വേണ്ടി മരിക്കാൻ തയ്യാറാവാതെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? രാമന്റെ വിജയത്തിന്റെ മൂല്യം കെടുത്തിയ ഒരു സംഭവമാണ്. എന്താണെന്നറിയോ? രാമന്റെ വിജയത്തിന്റെ മൂല്യം കെടുത്തിയത്, അപ്പുറത്തുനിന്നൊരു ചങ്ങായി ഇപ്പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ രാമൻ ജയിക്കില്ലായിരുന്നു. ആര്? വിഭീഷണൻ. അല്ലേ? വിഭീഷണൻ കാലുമാറി ഇപ്പുറത്ത് വന്നല്ലേ. ഇപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, രാഷ്ട്രീയത്തിലും രാജ്യത്തിലും പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെയാ? എതിരാളികളുടെ മിടുക്ക് കൊണ്ടല്ല പലരും ജയിക്കുന്നത്, ഇപ്പുറത്തുനിന്ന് ഒരുത്തൻ അപ്പുറം പോയിട്ടല്ലേ ജയിക്കുന്നത്. അതുകൊണ്ട് പരമാവധി കാലുമാറ്റമാണ്. ഈ രാമായണമുണ്ടായി മഹാഭാരതത്തിൽ, രാമക്ഷേത്രമുണ്ടായി മഹാഭാരതത്തിൽ, അപ്പുറത്തുനിന്ന് ഒരുത്തനെ കാലുമാറ്റിക്കൊണ്ടുവന്നിട്ട് ജയിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഈ രാഷ്ട്രീയ കക്ഷികളൊന്നും തന്നെ രാമായണത്തിന്റെ പിന്തുടർച്ചാവകാശികളല്ല. മനസ്സിലായോ? എൻ്റെ മിടുക്ക് കൊണ്ടല്ല ഞാൻ ജയിക്കുന്നത്, അപ്പുറത്തുനിന്ന് ഒരുത്തൻ ഇപ്പുറത്ത് ചാടിച്ചിട്ട് ജയിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എലക്ഷൻ എടുക്കുമ്പോൾ ഓരോ ആളെ ചാക്കിടും, നീങ്ങ് പോരി എന്ന് പറഞ്ഞിട്ടല്ലേ. അതാണ് അതിൻ്റെ ധാർമ്മികത എന്തെന്ന് രാമായണത്തിൽ നമുക്ക് പഠിക്കണം. ഇത്തരത്തിലൂടെ പഠിച്ചിട്ട് കുടുംബത്തിൽ വളർത്തിയെടുക്കേണ്ട മനസ്സില്ലേ, ആ മനസ്സ് എങ്ങനെ രൂപപ്പെടും? അതിന് ട്യൂഷൻ സെൻ്റർ ഉണ്ടാ? ആ മനസ്സ് രൂപപ്പെടാൻ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനം, ഇത്രയും പ്രാർത്ഥനകളും ഇത്രയും രാമായണ പാരായണവും അല്ലേ, ഇത്രയും ഭാഗവത സപ്താഹങ്ങളും ഇത്രയും വലിയ വലിയ ഉത്സവങ്ങളും ഒക്കെ വളരുന്നു, അമ്പലങ്ങളെല്ലാം ഗംഭീരമാവുന്നു. എന്നിട്ടും നമ്മുടെ സംസ്കാരം വളരാത്തതുണ്ട്. എവിടെ തിരിഞ്ഞു നോക്കിയാലും കുറ്റപ്പെടുത്തലാണ്, കലാപങ്ങളാണ്, വെറുപ്പാണ്. എന്തേ? അതിൻ്റെ കാരണം മനസ്സ് വളർന്നില്ല. മനസ്സു വളർന്നില്ല. ശരീരവും ബുദ്ധിയും വളരുന്നു, അതിന് ആനുപാതികമായി മനസ്സു വളർന്നില്ല. ആ മനസ്സു വളർത്താൻ ഒരു കഷായം പറഞ്ഞിട്ട്, ഞാൻ രാമായണവും ആയുർവേദവും എന്ന വിഷയത്തെപ്പറ്റി ഒരു സ്ഥലത്ത് പ്രഭാഷണം നടത്തിയിരുന്നു കേട്ടോ. ഇപ്പോൾ ആയുർവേദ ഡോക്ടർ ഉണ്ടായിരുന്നു ഇവിടെ. രാമായണവും ആയുർവേദവും എന്നൊരു വിഷയത്തെ പറ്റിയിട്ട്, ദശരഥൻ്റെ ശരീരം പണ്ട് തന്നെ എംബാം ചെയ്യുന്ന പരിപാടിയുണ്ട്. എണ്ണത്തോണിയിൽ ഇട്ടിട്ട് ഭരതം വരുന്നവരെ നശിച്ചു പോകാതെ സൂക്ഷിച്ചു വെച്ച എംബാം പ്രക്രിയ ഉണ്ടായിരുന്നല്ലോ. വിശല്യകരിണി, സന്താനകരിണി, മൃതസഞ്ജീവിനി എന്നീ ഔഷധക്കൂട്ടുകളെ തേടിയിട്ടാണല്ലോ ഹനുമാൻ പോയത് അല്ലേ. അപ്പോൾ അതാണ് ഞാനൊരു കഷായം പറഞ്ഞുതരാം. ഈ കഷായം നിങ്ങൾ കോട്ടക്കൽ നിന്നും കോയമ്പത്തൂർ രാജ്യ വൈദ്യ ഫാർമസിയിൽ നിന്നും വൈദ്യരത്നം വേറെ ഏതെങ്കിലും വൈദ്യശാലയുണ്ട് ഇവിടെ. ഞാൻ കഴിഞ്ഞ ദിവസം 2-3 വൈദ്യശാല പറഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഒരു വൈദ്യശാലേൻ്റെ ആൾ നമ്മളെ പേര് പറയാതെ എന്താ നിങ്ങൾ മറ്റേ കൂട്ടർ പേര് പറഞ്ഞ് കുറ്റപ്പെടുത്തിയെന്ന്. അതുകൊണ്ടാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി കേട്ടോ. അതാ ആ കഷായം അവിടെ നിന്നൊന്നും വാങ്ങാൻ കിട്ടൂല. ഈ കഷായം നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കണം. ആ കഷായം ഉണ്ടാക്കാൻ 6 മരുന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ 6 മരുന്ന് നിങ്ങൾക്ക് രാമായണത്തിൽ നിന്ന് പറിച്ചെടുക്കാം, നിങ്ങളെ വീട്ടിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഈ 6 മരുന്നിൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. കഷായത്തിൻ്റെ പേര് മൃദുല കഷായം എന്ന്. മൃദുല കഷായം. മൃദുലത്തിൻ്റെ ഇംഗ്ലീഷ് പഠിച്ചാൽ മനസ്സിലാവും. മൃദുലത്തിൻ്റെ ഇംഗ്ലീഷ് സോഫ്റ്റൻ എന്നാണ്. ചപ്പാത്തി ഇഡ്ഡലിയെല്ലാം സോഫ്റ്റ് ആക്കുന്നില്ലേ, സോഫ്റ്റൻ, SOFTEN എന്ന സ്പെല്ലിങ് പഠിക്കുക. എന്നിട്ട് അതിൻ്റെ ഓരോ അക്ഷരത്തിനും ഓരോ വാക്ക് ഞാൻ പറഞ്ഞുതരാം. എസ് എന്ന് പറഞ്ഞാൽ സ്മൈൽ എന്നാണ്, പുഞ്ചിരിക്കുക. ഇപ്പം അടുത്ത കാലത്ത് രാമൻ്റെ പുഞ്ചിരിക്കുന്ന ശാന്താകാരം ഭുജകശയനാണ് മഹാവിഷ്ണു. പക്ഷെ ഇപ്പം അടുത്ത കാലത്ത് രാമൻ്റെയും ഹനുമാന്റെയും ക്രൂരമുഖങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ലെന്ന് അതിൻ്റെ ആളുകളോട് അഭ്യർത്ഥിക്കുക. മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് ശാന്തിയിലേക്ക് നീളാനാണ്. മഹാഭാരതം എത്ര യുദ്ധപർവങ്ങൾ ഉണ്ടെങ്കിലും ശാന്തിപർവത്തിലാണ് അവസാനിക്കുന്നത്. എല്ലാ യുദ്ധങ്ങളും കൊണ്ടൊന്നും നേടാൻ പറ്റിയിട്ടില്ല. സ്വന്തം അനുജൻ ലക്ഷ്മണനെ പോലും കൈവിട്ട് സരയുവിലേക്ക് ഇറങ്ങിപ്പോയവനാണ് രാമൻ അല്ലേ. പാണ്ഡവന്മാരെല്ലാം ഉണ്ടായിട്ടും എല്ലാം ഉപേക്ഷിച്ച് മഹാപ്രസ്ഥാനത്തിന് പുറപ്പെട്ടവരാണ്. അതുകൊണ്ട് യുദ്ധമല്ല, ശാന്തിയാണ് പ്രധാനം ശാന്തിയാണ്. അതുകൊണ്ട് സ്മൈൽ, എസ് എന്ന് പറഞ്ഞാൽ സ്മൈൽ, പുഞ്ചിരിക്കൂ.
പുഞ്ചിരിക്കുന്ന മുഖം നിങ്ങൾ വീട്ടിൽ ഉണ്ടാവാറുണ്ടോ? രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങളുടെ മുഖം എങ്ങനെയാ? നാളെ പോയി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ കൊണ്ട് നിങ്ങൾ പുഞ്ചിരിച്ചു എന്ന് വരും. പക്ഷെ CCTV ഉള്ള വീട്ടിൽ കഴിഞ്ഞ ഒരാഴ്ച കാലം നിങ്ങൾ എഴുന്നേറ്റ് വരും, നിങ്ങളുടെ മുഖം എങ്ങനെയാന്ന് നോക്കൂ. പ്ലാവുമെന്ന് വീണ കൂഴച്ചക്ക പോലെ ചുളുക്കി മടങ്ങിയിട്ടല്ല എഴുന്നേറ്റ് വരും. മക്കളെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട്, വീട്ടിൽ പുഞ്ചിരിക്കുന്നത് വളരെ കുറവാട്ടോ. വീട്ടിലെല്ലാവരും മസിൽ പിടുത്ത പുഞ്ചിരിക്കുന്ന വീടുണ്ടാക്കും. പരസ്പരം നോക്കി പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു ആരാ? മനുഷ്യനല്ലേ. എൻ്റെ നാട്ടിലൊരു സ്കൂളിൽ ഒരു പരിപാടി ഒക്ടോബർ 1 വെച്ചു. പരിപാടിയുടെ പേര് ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സംഗമം. ഒരുപാട് അപ്പൂപ്പനും അമ്മൂമ്മയും വന്നു. പ്രിൻസിപ്പൾ അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോൾ മക്കളെ കുട്ടികളെ ഒരുപാട് തിരുത്തി ഇവരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇവരെ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം. അങ്ങനെ നമ്മൾ സ്ഥിരം കേട്ടൊരു ക്ലീഷേ പഴഞ്ചൊല്ല് പറഞ്ഞു പ്രിൻസിപ്പൾ. പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്ലാവില ചിരിക്കും. പക്ഷെ പച്ചപ്ലാവിലയും ഇതുപോലൊരു കാലം പഴുത്തു വീഴും, അതുകൊണ്ട് ചിരിക്കരുത് കേട്ടോ. അപ്പോൾ ഒരു കുട്ടി ഒരു സംശയം, മാഷെ ഒരു സംശയം, എന്താ പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്ലാവില ചിരിക്കാതിരുന്നാൽ പഴുക്കാണ്ട് നിൽക്കുമോ? എന്തായാലും പഴുക്കൂലേ, പിന്നെ ചിരിക്കുന്നല്ലേ നല്ലതെന്ന് പറഞ്ഞു. മനസ്സിലായോ? അതുകൊണ്ടൊന്നും ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യനാ. നമ്മൾ പുഞ്ചിരിക്കും. പ്രസാദം വദനത്തിങ്കൽ കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർക്കും. മനസ്സിലായോ? പുഞ്ചിരിക്കുക, പുഞ്ചിരിക്കൂ. സ്മൈൽ. നിങ്ങൾ പുഞ്ചിരിച്ചാൽ പോരാ, നിങ്ങളുടെ വീട് പുഞ്ചിരിക്കൂ. വീട് പുഞ്ചിരിക്കുന്നതിനാ? രാമൻ പ്രാർത്ഥിച്ച ദൈവത്തെ കാണാനാണ്. നമ്മുടെ വീടുകളെല്ലാം അടഞ്ഞ വാതിലുകളാണിപ്പോൾ, അല്ലേ? രാവിലെ ഉണർന്നാൽ മുന്നിലത്തെ വാതിൽ, വീടിൻ്റെ ചുണ്ടല്ലേ വാതിൽ, അത് തുറക്കുമ്പോഴാണ് വീട് പുഞ്ചിരിക്കുന്നത്. വാതിലൊന്ന് തുറക്കൂ. ഈ വാതിൽ എപ്പോൾ തുറക്കുന്ന? പല വീട്ടിലും അകത്താണല്ലോ ഉണ്ണലും ഉറങ്ങലും വിസർജനവും എല്ലാം കഴിഞ്ഞ് പോകാൻ നോക്കുമ്പോൾ വാതിൽ തുറക്കൂ, അപ്പം തന്നെ അടക്കും. അടഞ്ഞ വാതിലുകൾ അടഞ്ഞ മനസ്സിൻ്റെ പ്രതീകമാണ്. രാവിലെ എഴുന്നേറ്റിട്ട് കുട്ടികളോടൊത്തൊന്ന് വരാന്തയിലേക്ക് മുറ്റത്തേക്ക് ഇറങ്ങും. ഇസ്രായേലിലും ഗാസയിലുള്ള പട്ടാളക്കാർ കഴിഞ്ഞ 2-3 വർഷമായി ചെയ്യുന്ന ജോലി പിന്നെ ചെയ്യാം. പല അമ്മമാരുടെയും ജോലി അതാണ്. രാവിലെ എഴുന്നേറ്റ ആ പട്ടാളക്കാർ പല്ല് വരെ തേക്കാണ്ട് 3 മിസൈലിന് തീ കൊടുക്കും, എന്നിട്ട് മാത്രമേ പല്ല് വരെ തേക്കൂ. നമ്മളെ അമ്മമാർ രാവിലെ എഴുന്നേറ്റ് തോക്കെടുക്കും, എന്നിട്ട് ഗ്യാസിന് 3 അടുപ്പുണ്ടാവും, ടിക്ക് 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 3 അടുപ്പും കത്തിക്കലല്ലേ. അത് പിന്നെ ആവാം. നമുക്ക് വരാന്തയിൽ വരൂ. അവിടെ അത്ഭുത പ്രതിഭാസമുണ്ട്. എന്താണ് ആ അത്ഭുത പ്രതിഭാസം? രാമനെ നന്മയിലേക്ക് നയിച്ച പ്രതിഭാസം അവിടെയുണ്ട്. വിശ്വാമിത്രൻ പറഞ്ഞു കൊടുത്ത പ്രതിഭാസം. നമ്മുടെ പ്രിയപ്പെട്ട ജയചന്ദ്രൻ മരിച്ചുപോയപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഒരുപാട് ലേഖനങ്ങൾ വന്നു. അതിലേറ്റവും ആകർഷകമായൊരു ലേഖനം ഒരു മനഃശാസ്ത്രജ്ഞൻ എഴുതിയ ലേഖനമാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ജയചന്ദ്രൻ കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകളുടെ ആത്മഹത്യകളെ ഇല്ലാതാക്കി. ആത്മഹത്യകൾ ഇല്ലാതാക്കിയത് എങ്ങനെ? ഈ ആലപ്പുഴക്കാരൻ എഴുതി ജയേന്ദ്രൻ പാടിയ പണിതീരാത്ത വീട് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പാട്ടില്ലേ, സുപ്രഭാതം 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 നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ എന്ന പാട്ട്. ആ പ്രഭാതത്തെ കാട്ടിക്കൊടുക്കൂ. വാതിൽ തുറക്കൂ, പ്രഭാതത്തെ കാണിക്കൂ. പ്രിയതമേ പ്രഭാതമേ, വിരിഞ്ഞു നിന്നെ നോക്കിടുന്ന പൂവുകൾക്കുദാരശോഭ ചൊരിയുവാനൊരുങ്ങി വരും വൈഭവ പ്രഭാവമേ, നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ, വിടരുകില്ല മുട്ടുകൾ, പ്രണയമില്ല പ്രളയമില്ല പ്രാണനില്ല പ്രാണിയില്ല, നീ വരാതിരിക്കുകിൽ. അയ്യപ്പ പണിക്കരുടെ ഒരു കവിത ചൊല്ലൂ, പ്രഭാതത്തെ പറ്റി ഒരു പാട്ടുപാടൂ. മുറ്റത്തെ കറങ്ങി ഒരു 1/4 മണിക്കൂർ നേരം പ്രഭാതത്തോട് സംഗമിച്ചിട്ട് മാത്രം അടുക്കളയിൽ കയറിയാൽ മതി. അച്ഛനായാലും അമ്മയായാലും കുട്ടികളെയും കൂട്ടി മുറ്റത്ത് വിരിഞ്ഞ പൂക്കളെയും പൂമ്പാറ്റകളെയും കാണിച്ചു കൊടുക്കും. മനസ്സിലായില്ലേ? ഓപ്പൺ ദി ഹേർട്ട്. അടുത്തത് ഹൃദയം തുറക്കുക. യെസ്, സ്മൈൽ. ഓപ്പൺ ദി ഹേർട്ട്. ഹൃദയം തുറന്ന് ചർച്ചകൾ ഉണ്ടാവണം, വർത്തമാനം പറയണം. രാമായണത്തിലുടനീളം ചർച്ചകളല്ലേ? രാമലക്ഷ്മണ സംവാദത്തിലാണ് രാമായണത്തിലെ കംപ്ലീറ്റ് എസൻസ് ഉള്ളത്, അല്ലേ? ലക്ഷ്മണോപദേശം. ലക്ഷ്മണൻ ചോദിക്കുന്നു, രാമൻ ഉത്തരം പറയുന്നു.
ഉമാമഹേശ്വര സംവാദത്തിലാണല്ലോ നമുക്ക് അധ്യാത്മരാമായണം ഉണ്ടായത്. പാർവതിയോട് പരമേശ്വരൻ കഥ പറയുന്നു. പാർവതിയുടെ തോളത്തുള്ള കിളി അത് കേൾക്കുന്നു. ആ കിളി പറന്നു വന്ന് തിരൂർ തുഞ്ചംപറമ്പിൽ എഴുത്തച്ഛനോട് പറയുന്നു, അല്ലേ? ചാരിക പൈതലേ ചാരുശീലേ വരൂ. എഴുത്തച്ഛൻ അത് കേട്ട് നമ്മളോട് പറയുന്നു, അല്ലേ? സംവാദങ്ങളാണ്. അതുകൊണ്ട് തുറന്ന ചർച്ചകൾ ഉണ്ടാവുക, നല്ലത് മാത്രം പറയുക, കുറ്റപ്പെടുത്തലുകൾ വേണ്ട. അത് ഞാൻ പറഞ്ഞല്ലോ, നെഗറ്റീവ് ചർച്ചകൾ വേണ്ട, നല്ല കാര്യങ്ങൾ പറയുക, ഹൃദയം തുറക്കുക, ഓപ്പൺ ദി ഹേർട്ട്. മൂന്നാമത്തത്, നമ്മുടെ അഹന്തകൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക. പല വീട്ടിലും പുരുഷന്മാരുടെ, പിതാക്കന്മാരുടെ അഹന്ത കൊണ്ടാണ് കുട്ടികൾ സ്വഭാവ വൈകൃതത്തിലേക്ക് പോകുന്നത്. അയാളാണ് വീടെടുത്തിട്ടുണ്ടാകുക, അയാളാണ് ശമ്പളം വാങ്ങുന്നത്, അയാളാണ് വീട്ടിലേക്ക് എല്ലാ സാധനങ്ങളും കൊണ്ടുവരുന്നത്. പുരുഷന്മാർ പലരും വീട്ടിൽ പൽവാൾ ദേവനും ഭാര്യയും മക്കളും കട്ടപ്പയും. ബാഹുബലി സിനിമയിലെ പൽവാൾ ദേവൻ, ഭാര്യയും മക്കളും കട്ടപ്പ അടിമ. ചായ എടുത്തു, ചോറെടുത്തു. എന്തിന്? നമ്മുടെ എല്ലാ ഈഗവും വീട്ടിൽ കയറുമ്പോൾ ചെരുപ്പഴിച്ച് പുറത്തിടും പോലെ അവിടെ പുറത്തേക്ക് അയച്ചു. അവിടെ എത്തിയ എല്ലാവരോടും ഒരുപോലെ കാണുക, എല്ലാവരും ഒരുപോലെ കാണുക. ചെറിയ കുട്ടികളിലേക്ക് നമ്മൾ താണാലേ കുട്ടികൾ നമ്മളിലേക്ക് ഉയരും. ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിൻ്റെ കൊച്ചുമോള് വന്നു, ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാ, ഒരാളെ മുമ്പിലും കുനിയില്ല. വാമോളെ എടുക്കാൻ പറ്റുമോ? ഇല്ല. കുട്ടിയിലേക്ക് നമ്മൾ കുനിഞ്ഞാലേ കുട്ടി നമ്മളിലേക്ക് ഉയരും, അല്ലേ? അതുകൊണ്ട് ഫോർവേഡ് ലീൻ. നമ്മുടെ ശരീരത്തിലെ സന്ധികൾ നിങ്ങൾ നോക്കൂ, ഒരു സന്ധി മാത്രമാണ് പറകോട്ട് മടങ്ങുന്നത്, ബാക്കിയെല്ലാം മുന്നോട്ട് മടങ്ങുന്ന വിധത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അത് പറകോട്ട് മടക്കി വെച്ചെന്തിനാ? മുന്നോട്ട് ഓടാൻ വേണ്ടി. കാലിൻ്റെ മുട്ട് മുന്നോട്ട് ഓടാൻ വേണ്ടി പറകോട്ട് മടക്കി വെച്ചാ. എന്നിട്ട് നമ്മുടെ ഞാനേ. അതുകൊണ്ട് ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയൂ. അടുത്തത് ടച്ച്, തൊടണം. സ്പർശനം ഒരു പ്രധാന ഘടകമാണ്. ചേർന്നിരിക്കണം, അല്ലേ? അടുത്തിരിക്കണം. സീതയും രാമനും അടുത്തിരുന്ന് ചർച്ച ചെയ്തു. ശ്രീരാമചന്ദ്രന്റെ അരികിൽ സുമന്ത്ര തെളിക്കുന്ന തേരിൽ സുസ്മേരവതിയായി സ്വയംവര കന്യകയായി സീതാദേവിയിരുന്നു. സീതയോടല്ലാത്ത ഉള്ള രാമനെ രാമനാവുന്നുള്ളൂ. രമയുടെ ഭർത്താവാ രാമൻ. രാമന് പേര് വന്നത് രമയുടെ ഭർത്താവാ. സീതയുടെ ഭർത്താവായത് കൊണ്ടാണ് രാമനായത്. രമയില്ലെങ്കിൽ രാമനില്ല. മനസ്സിലായോ? ചേർന്നിരിക്ക്, തൊട്. നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, കാത്, പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നുകൂടിയുണ്ട് ത്വക്ക്. ആ ത്വക്കിലാണ് സ്നേഹഗ്രന്ഥി ഇരിക്കുന്നത്. നമ്മൾ ആളുകളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് സ്പർശനത്തില്ല. നമുക്ക് അനുഭൂതിയോ നിർവൃതിയോ ഒക്കെ വന്നാൽ രോമകൂപങ്ങളെല്ലാം ഈ കിഴങ്ങിന് കുതിരി കൂട്ടിയ പോലെ പൊങ്ങി വരുന്നില്ലേ? അതിൻ്റെ പേര് രോമാഞ്ചം എന്നാണ്. ഇനി രോമം ഇല്ലെങ്കിൽ തോലാഞ്ചം ഉണ്ടാവൂ. അപ്പോൾ ആ രോമാഞ്ചം ഇവിടെയാണ് വികാരങ്ങളുടെ സ്പർശനം. ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, ഒന്ന് കെട്ടിപ്പിടിക്കുക, ഒന്ന് മുത്തം കൊടുക്കുക, മൂർധാവിൽ മുകരുക, ഒന്ന് തൊടണ്ടേ? ഒന്ന് തൊടണം. മക്കളെ തൊട്ടാ പോരാ, അച്ഛനമ്മമാരെ തൊടണം. അവർക്ക് ഭക്ഷണവും വസ്ത്രവും മരുന്നും മാത്രമല്ല, അവരുടെ കാലൊന്ന് തടയി കൊടുക്കുന്നതാണ് നിങ്ങൾ അവർക്ക് വസ്ത്രം കൊടുക്കുന്നതിനേക്കാൾ ഇഷ്ടം. അവരുടെ പുറത്തൊന്ന് മാന്തി കൊടുക്കുന്നതാണ് അവർക്കത് ഇഷ്ടം. ഇനി ഭാര്യയും ഭർത്താവും തൊടണം കേട്ടോ. ഭാര്യയും ഭർത്താവും അടുത്തിരുന്ന് സീതയും രാമന്റെയും കൃഷ്ണന്റെയും ഒക്കെ കഥകൾ കേട്ടിട്ട് എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? പ്രണയം എന്ന് പറഞ്ഞാൽ വിവാഹം വരെയുള്ളതല്ല. പ്രണയം മരണം വരെ പുഷ്പിക്കേണ്ടതും വികസിക്കേണ്ടതുമാണ് പ്രണയം. നമ്മൾ മലയാളികൾ വിഡ്ഢികൾ. വിവാഹം വരെ രാവിലെ ഉച്ചക്കും വൈകുന്നേരവും ഗുളിക കുടിക്കും പോലെ 3 പ്രാവശ്യം ഐ ലവ് യു എന്നയക്കൂ. വിവാഹം കഴിഞ്ഞിട്ട് ഒരു തവണ പറഞ്ഞോ ഐ ലവ് യു, ഐ ലൈക്ക് യു പറഞ്ഞോ? എന്തേ പറയാത്തേ? തൃശ്ശൂർ ഒരു ക്ലാസ്സിലാണ് എനിക്കൊരു മറുപടി കിട്ടിയത്. വിവാഹം കഴിഞ്ഞാൽ എന്താ ഐ ലവ് യു പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറയാ, അതിൻ്റെ കാരണം എന്താണെന്നറിയോ? എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എലക്ഷൻ്റെ തട്ടിപ്പാണോ ഈ ഐ ലവ് യു? അതാണ്. അതുകൊണ്ട് തൊടണം, പരസ്പരം സ്പർശനം വേണം. മനസ്സിലായോ? SOFT, ടച്ച്. അടുത്തത് ഈ ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കണം. കണ്ണുകളാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഉറവിടം. നിങ്ങൾ നെടുമ്പാശ്ശേരിയിൽ നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ വിമാനത്താവളത്തിൽ നിന്ന് വിദേശത്ത് പോകുമ്പോൾ നിങ്ങളുടെ കണ്ണാണ് പ്രധാനപ്പെട്ടതല്ലേ? കണ്ണിൻ്റെ ഫോട്ടോ എടുക്കുക. തിരിച്ചു വരുമ്പോൾ കണ്ണിൻ്റെ ഫോട്ടോ. പാസ്പോർട്ടിനേക്കാൾ അവർക്ക് കണ്ണാണ്.
നമ്മുടെ യൂണിക് ഐഡൻറ്റിറ്റിയാണ് കണ്ണ്. ആ കണ്ണിലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആർദ്രതകളും പരസ്പരം കാണണ്ടേ. നമ്മൾ ദൈവങ്ങളുടെ പേര് തന്നെ അംബുജാക്ഷൻ എന്നല്ലേ? അംബുജാക്ഷൻ കണ്ണിൻ്റെ സൗന്ദര്യം നോക്കിയിട്ടല്ലേ അല്ലേ? വലിയ കണ്ണുള്ളവർ സ്ത്രീകൾ സുന്ദരിമാരാണ്. അതുകൊണ്ടാണ് വിശാലാക്ഷി എന്നവർക്ക് പേരുണ്ട് അല്ലേ? വിശാലാക്ഷി. ചെറിയ കണ്ണുള്ളവർ പുരുഷന്മാർ സുന്ദരന്മാരാണ്. അതുകൊണ്ടാണ് വിശാലാക്ഷി എന്ന് സ്ത്രീകളെ വിളിക്കുമ്പോൾ ആണുങ്ങളെ കുഞ്ഞിക്കണ്ണെന്ന് വിളിച്ചത്. മനസ്സിലായോ? ചെറിയ കണ്ണാണ്, അതാണ്. അപ്പൊ കണ്ണിൽ നോക്കണ്ടേ? കണ്ണിൽ നോക്കണം. മക്കളുടെ കണ്ണിൽ നോക്കാൻ അച്ഛനമ്മമാർക്ക് കഴിയാത്തതിൻ്റെ പേരിൽ ഒരു മഹായുദ്ധം നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ. അറിയാവോ? മഹാഭാരത യുദ്ധം. എന്തേ? കൗരവന്മാരൊന്നും മോശക്കാരായിരുന്നില്ല. അവർ മുഴുവൻ വഷളന്മാരായി യുദ്ധം ചെയ്ത് മരിക്കേണ്ടി വന്നത്. അച്ഛനോ ജന്മനാ കണ്ണ് കാണാത്ത ആളാ. നമുക്ക് കണ്ണ് കാണുമല്ലോ, ഗാന്ധാരിക്ക് കണ്ണ് കാണും. പക്ഷെ വിവാഹ പന്തലിലാണ് ഗാന്ധാരി അറിയുന്നത് തൻ്റെ ഭർത്താവ് അന്ധനാണെന്ന്. തന്നെ മുൻകൂട്ടി അറിയിക്കാതെ പറ്റിച്ചതിൽ ദേഷ്യം വന്നിട്ട് മന്ത്രകോടിയെടുത്ത് കണ്ണിൽ വരിഞ്ഞു കെട്ടി ശപഥം ചെയ്തു, എൻ്റെ ഭർത്താവിന് കാണാത്ത ലോകമിനി ഞാനും കാണൂല. 100 ആണിനെയും ഒരു പെണ്ണിനെയും പറ്റൂ, ഒന്നിനെപ്പോലും അച്ഛനും കണ്ടില്ല അമ്മയും കണ്ടില്ല. 100 മക്കളും നല്ല മക്കളാ. എന്തായിരുന്നു മൂത്തവൻ്റെ പേര്? കൗരവന്മാരിൽ മൂത്തവൻ്റെ പേരെന്താ? ദുര്യോധനൻ എന്നായിരുന്നില്ല ആദ്യം പേര് വിളിച്ചത്, സുയോധനൻ എന്നായിരുന്നു. സു എന്ന് പറഞ്ഞാൽ നല്ലതെന്നാ. അതെൻ്റെ പേര് സുരേഷ് ബാബു ആയതുകൊണ്ട് പറയുന്നതാന്ന് വിചാരിക്കരുത് കേട്ടോ. സു എന്ന് പറഞ്ഞാൽ നല്ലതാ. ആ സുയോധൻ ആരായി? ദുഷിച്ച് ദുര്യോധനായി, ദുഷിച്ച് ദുശാസനായി, ദുഷിച്ച് ദുശേനായി. നല്ല മക്കളായിരുന്നു. അച്ഛനും കണ്ടില്ല അമ്മയും കണ്ടില്ല. അവസാനം 100 പടഞ്ഞു മരിച്ചു. അച്ഛനമ്മമാർ മരിച്ചപ്പോ ചെതക്ക് തീ കൊളുത്താൻ ഒരാൾ ബാക്കിയായോ? ഒരാൺതരി ബാക്കിയായോ? എന്നിട്ട് കാട്ടിലേക്ക് ഓടിപ്പോയി പുത്രവിയോഗ ദുഃഖത്താൽ. എന്നിട്ട് കാട്ടുതീയിൽപ്പെട്ട് പച്ചക്ക് വെന്തു മരിച്ചു. ആര്? ധൃതരാഷ്ട്രം ഗാന്ധാരിയും. മക്കളുടെ കണ്ണിൽ നോക്കണം. അച്ഛന് കണ്ണ് കാണൂല്ലെങ്കിൽ അമ്മ അച്ഛൻ്റെ കണ്ണാവണ്ടേ? പഴയൊരു പാട്ടിൽ പറഞ്ഞു കേട്ടില്ലേ? കണ്ണ് കാണാത്ത ഭർത്താവും കണ്ണ് കാണുന്ന ഭാര്യയും കൂടി പാടിയൊരു യുഗ്മഗാനം ഓർമ്മയുണ്ടോ? കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. ഭാര്യ എന്താ പറഞ്ഞത്? കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരെ. കണ്ണിൽ നോക്കൂ. അവസാനത്തെ നോഡിങ്. ജനാധിപത്യത്തിൻ്റെ ബോഡി ലാംഗ്വേജാണ് നോഡിങ്. തലകുലുക്കി സമ്മതിക്കണം. പരസ്പരം അംഗീകരിക്കാനും ബഹുമാനിക്കാനും കഴിയണം. ഞാൻ പറഞ്ഞ മാത്രം ശരിയല്ല. പരസ്പരം ഭാര്യ പറഞ്ഞാലും മക്കൾ പറഞ്ഞാലും ശരിയെങ്കിൽ അംഗീകരിച്ചു കൊടുക്കണം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇലക്ഷന് വോട്ട് ചെയ്യലല്ല, പരസ്പരം ബഹുമാനിക്കുന്ന മനുഷ്യക്കൂട്ടത്തിൻ്റെ രസതന്ത്രമാണ് ജനാധിപത്യം.